മാർക്സിസ്റ്റ് പാർട്ടിയിൽ അബദ്ധവശാൽ ഇപ്പോഴും നിന്നുപോകുന്ന ആളുകൾ ഈ പാർട്ടിക്ക് ഇപ്പോഴുണ്ടായ ഈ പരിതാപകരമായ അവസ്ഥയെക്കുറിച്ച് ഒന്ന് ആലോചിക്കണ്ടേ. എങ്ങനെ ഈ പാർട്ടി പരുവത്തിലെത്തി? പണ്ട് കാലത്തൊക്കെ മാർക്സിസ്റ്റ് പാർട്ടി ഇത്തരം ജാതീയമായ, മതപരമായ, വർഗീയമായ, വിഭാഗീയമായ ഏതെങ്കിലും പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് എന്തെങ്കിലും നടത്തിയിട്ടുണ്ടോ? ഈ പുതിയ കാലഘട്ടം വന്നതിന് ശേഷമല്ലാതെ. എന്തുകൊണ്ടാണ്? കാലിനടിയിലെ മണ്ണൊലിച്ചു പോയി. അതവരെ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയെങ്കിലും വോട്ട് കിട്ടണം. അതിന് ആശയോ ഇടതുപക്ഷമോ കമ്മ്യൂണിസ്റ്റോ സോഷ്യലിസ്റ്റോ ഒന്നുമല്ല പ്രശ്നം, വോട്ട് മതി. ആ വോട്ടിന് എന്തൊക്കെ വൃത്തികേടുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം. കഴിഞ്ഞ തവണ ഒരു സീറ്റാണ് കിട്ടിയത്. 4 ലക്ഷത്തിൽ കൂടുതൽ വോട്ടിന് രാഹുൽജിയും 3 ലക്ഷത്തോളം വോട്ടിന് ബഷീർ സാഹിബും 2 ലക്ഷത്തോളം വോട്ടിന് 3 ലക്ഷത്തോളം വോട്ടിന് സമദാനി സാഹിബും 2 ലക്ഷം വോട്ടിന് ബഷീർ സാഹിബും ഒക്കെ ജയിച്ചു പോയപ്പോൾ ഒരു 3000 വോട്ടിന് ഒരാൾ കേരളത്തിൽ നിന്ന് ജയിച്ചു പോയി അബദ്ധവശാൽ. ആ ഒരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് രക്ഷ നേടാൻ എല്ലാ വൃത്തികേടുകളും ഒരുമിച്ച് പ്രയോഗിക്കുക. ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വിശദീകരിച്ചല്ലോ. ഇവിടെ ബഹുമാനപ്പെട്ട കൊല്ലത്തെ UDFന്റെ സ്ഥാനാർത്ഥി ശ്രീ NK പ്രേമചന്ദ്രൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ കൂടെ പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ കാപ്പി കഴിച്ചു എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ BJP-കാരനാക്കിക്കൊണ്ടാണ് അവിടെ പ്രസംഗിച്ചത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി. ഇവിടെ LDF കൺവീനറുടെ പ്രകാശ് ജാവ്ദേക്കർ BJP-യുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള നേതാവ് അദ്ദേഹത്തെ 3 തവണ സന്ദർശിച്ചു എന്നാണ് പറഞ്ഞു. അദ്ദേഹം ചോദിക്കാതെയും പറയാതെയും കയറി വന്നതാണെന്ന് പറഞ്ഞു. അദ്ദേഹത്തെ ഞങ്ങൾ വിളിച്ചിട്ടില്ല, അദ്ദേഹം അനുമതി ചോദിച്ചിട്ടില്ല, അദ്ദേഹം കയറി വന്നു എന്നാണ് പറഞ്ഞത്. ഇതാരാ വിശ്വസിക്കുക? പ്രകാശ് ജാവ്ദേക്കറെ പോലെ പ്രഗത്ഭനായ ദേശീയ സാഹചര്യമുള്ള ഒരു നേതാവ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ കാണാൻ ചോദിക്കാതെ പറയാതെ അറിയാതെ കടന്നു വന്നു. അങ്ങനെ ചോദിക്കാതെയും പറയാതെയും കടന്നു വന്ന സന്ദർഭങ്ങളിലൊക്കെ ഇടതുമുന്നണിയുടെ കേരള കൺവീനർ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. അതും സ്വാഭാവികമായി വന്നതായിരിക്കാം ഞങ്ങൾ വിശ്വസിക്കുക. ഇതെന്തിനാണ്? നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ മുന്നണിയും BJP-യും തമ്മിൽ ബന്ധമുണ്ടായിരുന്നു എന്ന് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം അതിൽ ഇടനിലക്കാരനായി ദല്ലാളായി പ്രവർത്തിച്ചയാൾ വ്യക്തമായി പ്രസ്താവന ഇറക്കിയതാണ്. കാര്യകാരണങ്ങൾ മുഴുവൻ വെച്ചുകൊണ്ട് ഏതൊക്കെ മണ്ഡലങ്ങളിൽ എത്രയൊക്കെ വോട്ടുകൾ മറിക്കാനായിരുന്നു പ്ലാൻ എന്നടക്കം പുറത്തു പറഞ്ഞതാണ്. ഇവിടെ ഇപ്പോൾ പരസ്യമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ പോലെ 2 കൂട്ടരുടെയും ലക്ഷ്യം ഒന്നാണ്. അത് കോൺഗ്രസ്, ഒരു കൂട്ടർ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയുമ്പോൾ മറ്റേ കൂട്ടർ കോൺഗ്രസ് മുക്ത കേരളം എന്ന് പറയുന്നു. അവർക്ക് എത്രയും പറയാൻ കഴിയും. ഇത് രണ്ടും ഒന്നാണ്. ആ ലക്ഷ്യത്തിന് വേണ്ടി യോജിക്കുകയാണ്. 2 കൂട്ടർക്കും ലാഭം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതാണ് നമ്മൾ കണ്ടത്. പക്ഷെ അതുണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പുകൾ പലതും വരും പോകും. നമുക്ക് കേരളീയർക്ക് കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഇവിടെ ജീവിക്കണ്ടേ? പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും കൂടി ഒരുമിച്ച് ജീവിക്കുന്ന ഈ കേരളം നിലനിൽക്കണ്ടേ? തെരഞ്ഞെടുപ്പ് കൊടിയുടെ പേരിൽ മനുഷ്യർ പരസ്പരം കണ്ടുകൂടാത്തവരായി മാറി വർഗീയതയും സ്പർദ്ധയും വിദ്വേഷവും പ്രചരിപ്പിച്ച് ആളുകളെ പരസ്പരം ശത്രുക്കളാക്കുന്ന ഈ നിലപാടുകളൊന്നും അവസാനിപ്പിച്ചുകൂടെ? വോട്ട് കിട്ടാൻ നിങ്ങളുടെ ആശയം പറഞ്ഞുകൂടെ? നിങ്ങളുടെ ആദർശം പറഞ്ഞുകൂടെ? ഭരണ നേട്ടങ്ങൾ പറഞ്ഞുകൂടെ? നമ്മുടെ ആശയങ്ങൾ പരാജയപ്പെടുമ്പോഴാണ് ഇത്തരം വൃത്തികെട്ട നിലപാടിലേക്ക് നമ്മൾ വരുന്നത്. അതാണ് മാർക്സിസ്റ്റ് പാർട്ടി അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പതനത്തിന്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് മുഖ്യമന്ത്രിയുടെ ഒളിച്ചോട്ടം. ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അതും ഏത് ഘട്ടത്തിൽ? അരിവാൾ ചുറ്റിക നക്ഷത്രം
ഇനി കാണാൻ കഴിയുമോ എന്ന് ഭീതിപ്പെട്ട് പ്രകാശ് കാരാട്ടും യെച്ചൂരിയും അതുപോലുള്ള സാധാരണ കമ്മ്യൂണിസ്റ്റുകാരനും ഭീതിപ്പെട്ട് ഓടി നടക്കുന്ന, എവിടെ നിന്നെങ്കിലും ഒരു വോട്ട് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് കിട്ടിയാൽ ആ ചിഹ്നം നിലനിർത്താമല്ലോ എന്ന് പാടുപെട്ട് നടക്കുക. അതുകൊണ്ടാണ് കഴിഞ്ഞ ആഴ്ച വരെ ലീഗുകാരനായ ഹംസക്ക് അരിവാൾ ചുറ്റിക നക്ഷത്രം കൊടുത്തത്. അതിൽ വീഴുന്ന വോട്ട് അവരുടെ കണക്കിൽ വന്ന് ഇതെങ്ങനെയെങ്കിലും നിലനിർത്തി കിട്ടണം. അതിനുവേണ്ടി കൊണ്ടുപിടിച്ച് സാധാരണ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരൻ പണിയെടുക്കുമ്പോൾ മുഖ്യമന്ത്രി കുടുംബസമേതം ഉല്ലാസയാത്രയിലാണ്. അദ്ദേഹത്തിന് വോട്ട് ചോദിക്കാൻ പോകുന്ന പണിയില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇന്ത്യയിൽ എവിടെയും എടുത്തു കാണിക്കാവുന്ന ഒരു അധികാരിയാണ് മുഖ്യമന്ത്രി, ഏക മുഖ്യമന്ത്രിയാണ്. അവർ ഭരിക്കുന്ന ഏക സംസ്ഥാനമാണ്. CPM ഉള്ള ഏക സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ കൊണ്ടുപോയി എവിടെയെങ്കിലും പ്രതീക്ഷിച്ച് 4 വോട്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് പരിശോധിച്ചൂടെ? പശ്ചിമ ബംഗാളിൽ മത്സരിക്കുന്നു, കോൺഗ്രസുമായി സഖ്യം ചെയ്തിട്ടാണ്. ത്രിപുരയിൽ മത്സരിക്കുന്നു, കോൺഗ്രസുമായി സഖ്യം ചെയ്തിട്ടാണ്. പ്രകാശ് കാരാട്ടിൻ്റെ ഒരു ലേഖനം, ഒരു പ്രസംഗം, ത്രിപുരയിലെ ഒരു പ്രസംഗം മിനിഞ്ഞാന്ന് ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പ്രസംഗം? ഞാൻ കുറെ വായിച്ചിട്ടത് രമേശ് ചെന്നിത്തലയോ VD സതീശനോ ചെയ്താൽ തോന്നിപ്പോയി. അത്രത്തോളം ഗംഭീരമായ പറയുന്നത്. കോൺഗ്രസ് ഭരിച്ചാലേ, കോൺഗ്രസ് ജയിച്ചാലേ ഇന്ത്യക്ക് രക്ഷയുള്ളൂ. ഇന്ത്യയുടെ ജനാധിപത്യവും മതനിരപേക്ഷതയും നിലനിൽക്കണമെങ്കിൽ രാഹുൽജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരണം. ഞാനല്ല പറഞ്ഞത്, കോൺഗ്രസ്സുകാരുമല്ല പറഞ്ഞത്, RMP അല്ല പറഞ്ഞത്, പ്രകാശ് കാരാട്ടാണ്. വൃന്ദ കാരാട്ടിൻ്റെ ഭർത്താവ്, പോളിറ്റ് ബ്യൂറോ മെമ്പർ, മുൻ സെക്രട്ടറി. അങ്ങനെ ത്രിപുരയിൽ പ്രകാശ് കാരാട്ടും യെച്ചൂരിയൊക്കെ മത്സരിച്ച് കോൺഗ്രസിന് വേണ്ടി വാദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കേരളത്തിൽ ഞങ്ങൾക്കൊരു മുഖ്യമന്ത്രിയുണ്ട് എന്ന് സഖാക്കൾക്ക് വോട്ട് ചെയ്യുമ്പോൾ കാണിച്ചു കൊടുക്കാൻ ഒന്ന് ഇദ്ദേഹത്തെ കൊണ്ടുപോയിക്കൂടെ? യെച്ചൂരി പറഞ്ഞിട്ട് കേൾക്കാതെയാണോ പിണറായി പോയത് എന്ന് പറയേണ്ട ബാധ്യത യെച്ചൂരിക്കാണ്.